എന്താണ് സ്വലാത്തിന്റെ പ്രത്യേകത? സ്വലാത്ത് എങ്ങനെ ചൊല്ലിയാലും കൂലിയ, ഈമാനില്ലാതെ ചൊല്ലിയാലും കൂലിയ. ഈമാനില്ലാതെ ചൊല്ലിയാലും സ്വലാത്തിന് കൂലിയ. ഏത് ഇബാദത്തും സ്വീകരിക്കപ്പെടണമെങ്കിൽ ഈമാൻ ഷർത്താണ്. അറിയാത്തോലാരുമില്ലല്ലോ. മൂമിനായിരിക്കാം എന്ത് ഇബാദത്ത് ചെയ്താലും സ്വീകരിക്കണമെങ്കിൽ. പക്ഷേ സ്വലാത്ത് ചൊല്ലിയാല് അത് മുഅ്മിനാവണമെന്നില്ല, എന്നാലും കൂലിയാണെന്നാണ്. ഇത്തരം സംഗതികൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ പ്രമാണവും കൂടെ പറയേണ്ടി വരും, അല്ലെങ്കിൽ ഒച്ചപ്പാടാവും. സ്വലാത്ത് ചൊല്ലിയാൽ മുഅ്മിൻ അല്ലാഞ്ഞാലും കൂലി കിട്ടും. ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങളുടെ അദ്കിയ, ആ അദ്കിയയുടെ ഒരു ശറഹുണ്ട്, കിഫായത്തുൽ അദ്കിയ, അതിലുണ്ട് സ്വലാത്ത് ചൊല്ലിയാൽ അത് മുത്ലഖൻ അത് സ്വീകരിക്കപ്പെടും. സവാഉൻ കാന മിൻ മുഅ്മിൻ ഔ കാഫിർ, ആരായ ഈമാനൊന്നും അവിടെ ഷർത്തില്ല. ഇഖ്ലാസോട് കൂടെ ആവട്ടെ, റിയാഓട് കൂടെ ആവട്ടെ, എങ്ങനെ ചൊല്ലിയാലും കൂലിയ. പൊളിയാത്ത ഒരു ഇബാദത്താണ്. ഒരു സ്വലാത്താട് ചൊല്ലിയിട്ട് അത് നഷ്ടപ്പെട്ടോന്ന് ആരോടും ചോദിക്കണ്ട, അത് ഉറപ്പാ. നാളെ ചെന്നാൽ അക്കൗണ്ടിൽ അവിടെ കാണും. പക്ഷേ അവിടെ ഒരു കൺഫ്യൂഷൻ തീർത്തേ പറ്റൂ. കൺഫ്യൂഷൻ തീർത്തേ പറ്റൂ. അതെന്താ? ഈമാനില്ലാത്ത ആളുകളുടേത് സ്വീകരിക്കപ്പെടുന്നു പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അയാൾ നരകത്തുനിന്ന് കൊണ്ട് രക്ഷപ്പെടുന്നാണോ? അല്ല, നരകത്തിന് രക്ഷപ്പെടൂല. നരകത്തുനിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈമാൻ തന്നെ വേണം. പിന്നെന്താ? ദുനിയാവിൽ അതിൻ്റെതായ ചില നേട്ടങ്ങൾ അവർക്ക് കിട്ടും. ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിലും ഈ സംഭവം എഴുതുന്നുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ പ്രകടിപ്പിക്കുന്ന മുഴുവൻ സന്തോഷങ്ങൾക്കും നബിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇബാദത്തുകൾ, നബിതങ്ങളെ സന്തോഷിപ്പിക്കുന്ന എന്തൊരു സംഗതി അതിന് കൂലി കിട്ടുന്നു. അതിന് ഈമാൻ ഷർത്തില്ല, അല്ലാതെ തന്നെ കിട്ടും. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ നബിദിന ഘോഷയാത്ര പോകുമ്പോൾ ഇതര മത സുഹൃത്തുക്കൾ, നമ്മുടെ രാജ്യത്ത് വളരെ സാഹോദര്യത്തോടെ ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇതര മത സഹോദരന്മാർ, അവര് ചിലപ്പോ പായസം കൊടുക്കാറുണ്ട്, അല്ലേ? മിഠായി വിതരണം ചെയ്യാറുണ്ട്. ഇതിന് കൂലി കിട്ടുമോ? കിട്ടും. ഈമാൻ ഷർത്തില്ല, കിട്ടും. എങ്ങനെ കിട്ടും? അവരെ കച്ചവടത്തിൽ പുരോഗതി ഉണ്ടാവും, ജോലിയിൽ ബറക്കത്തുണ്ടാവും, കുടുംബത്തിലെ അസുഖങ്ങൾ മാറും, ദുനിയാവിൽ അതിൻ്റെതായ ഗുണം കിട്ടും. പിന്നെ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആഖിറത്തിൽ വരെ ശിക്ഷയിൽ ഇളവ് കിട്ടും. ആഖിറത്തിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂല, അതുകൊണ്ട് അതിന് ഈമാൻ തന്നെ വേണം. പക്ഷെ ശിക്ഷയിൽ ഇളവുണ്ട്. കാരണം എന്തുകൊണ്ട്? അബൂലഹബിന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മ വാർത്ത അറിഞ്ഞ സമയത്ത് സുഹൈബത്തുൽ അസ്ലമിയെ മോചിപ്പിച്ചതിന്റെ പേരിൽ അല്ലാഹു തആല എന്ത് ചെയ്തു? എല്ലാ തിങ്കളാഴ്ചയും നരകത്തില് ശിക്ഷ ലഘൂകരിക്കുന്നു. ഏതബൂലഹബിന് തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ ഗനാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് എന്ന് പറഞ്ഞു ഖുർആൻ പരിചയപ്പെടുത്തിയ അബൂലഹബ്. അത്രയും മോശമായ രൂപത്തിൽ പരിചയപ്പെടുത്തിയ അബൂലഹബ്. ആശ്വാസം, ചെറിയൊരു ആശ്വാസം. നോക്കൂ നിങ്ങൾ, പിന്നെ ഒരു മുവഹിദായ മനുഷ്യൻ സ്വലാത്ത് ചൊല്ലിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഹബീബായ നബിതങ്ങളോട് സന്തോഷം പ്രകടിപ്പിച്ചാലുള്ള ലോകം എന്തായിരിക്കും? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മൂമിനീങ്ങളെ, മൂമിനാത്തുകളെ, ആരും മടിക്കരുത്. സ്വലാത്ത് ചൊല്ലാൻ ദിവസത്തിൽ എവിടെയെങ്കിലും ഒരു സമയം കണ്ടോളണം.